ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കൊരു കല്യാണമെല്ലാം ഉണ്ട്. അതെ, അതിന് പോയിട്ട് വരണം. കല്യാണം ഉണ്ട്. പിന്നെ അനിയത്തി കവിത വരുന്നുണ്ട്. കവിത ഇവിടെ ഒരാഴ്ചയായി കൊണ്ടുവന്ന് വിട്ടിട്ട് പോയിട്ട് ഇന്ന് വിജു വന്നിട്ട് കൂട്ടിയിട്ട് നാട്ടിൽ കൊണ്ടുപോകും. അതിനുകൊണ്ട് അവരും ചോറിന് ഉച്ചക്ക് വരും അല്ലേ? അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി അതെല്ലാം കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോകണം. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു വന്നാലും മതി കല്യാണത്തിന് പോകാം. അവർ വന്നിട്ട് നമുക്ക് കല്യാണത്തിന് പോകാം. അതെ, ഹായ് ഹായ്. പെണ്ണടിയുള്ള ഹായ് അച്ചായി. ഹായ്. വീട്ടിൽ പോയിട്ട് വരും. ആ അതിപ്പോ നമ്മളത് ശരി. ആ കൊത്തി വെക്കാം. കവിത നാട്ടിൽ വന്നിട്ട് ഒരാഴ്ചയായി. പിന്നെ വിജു കൊണ്ടുവന്ന് ഇവിടെ വിട്ടിട്ട് പോയി. ഇപ്പോൾ ഇന്ന് വന്നിന് ഒരാഴ്ച കഴിഞ്ഞിട്ട് വിജു വന്നിന് കൂട്ടിക്കൊണ്ട് പോവാന്. അങ്ങനെ അവർക്ക് ഇപ്പോ എന്ത് സ്പെഷ്യൽ എന്താക്കണേ? മട്ടൻ കൊടുങ്ങനെ. അപ്പൊ മട്ടൻ കറി, ചിക്കൻ കബാബ് രണ്ടല്ലേ. പിന്നെ ജാസ്തി ആക്കാനാവില്ല. ഇപ്പോൾ നമുക്ക് ഒരു കല്യാണത്തിന് പോകാനുണ്ട്. അങ്ങനെ ഇവിടെ ടൈമില്ല. അങ്ങനെ പിന്നെ എപ്പോഴൊക്കെ വരുന്നത് ഇവര്. അങ്ങനെ അവരിപ്പോ ഇപ്പൊ വേറെ പറഞ്ഞു പോയിന്. അതെ, കറണ്ടും ഇല്ല. തക്കാളി ഇട്ടുണ്ടോ? മട്ടൻ കറിക്കില്ല അതല്ല, ഗ്രേവി മാതിരി ജാസ്തി വെള്ളം ആക്കുന്നില്ല. അതെ, അങ്ങനെ വെച്ച് തേങ്ങ, പിന്നെ ചെറിയ ജീരകം, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രൗൺ കളറിൽ വറുത്ത് വെച്ച് ഇനി ഇതിനെ കണ്ടു വന്നാൽ അരയ്ക്കണം. ഇതാ കഴുകി വെച്ചിട്ടുണ്ട്. 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് വെച്ചിട്ട് ഇനി കബാബിന് മിക്സ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രേവി നല്ല ഇതുണ്ട്. തക്കാളിയും പിന്നെ ഉള്ളിയെല്ലാം ഇതിന് മട്ടൻ ഇട്ട് കൊടുക്കാം. കബാബിനല്ലേ? കുറച്ചേ മേടിച്ചിട്ടുള്ളൂ, 1 കിലോ. അതെ അതെ. മീനിക്ക് പോയത്. അപ്പൊ മീന് കിട്ടിയിട്ടില്ലല്ലേ? ഓ, കാറ്റും കൊണ്ട്. അതാണ് ഇവിടെ കാറ്റ്. പിന്നെ പുഴയില് പറഞ്ഞ അങ്ങനത്തെ ഒരു ചോന മീനുകള്, പിന്നെ വേറെ വേറെ മീന്. അത് മീൻ തിന്നാത്ത മീനാ. അത് മത്തി, അയില, കാതല് മാത്രം ഉണ്ടാക്കുന്നത്. അത് 3 സാധനങ്ങളില്ല. സ്പൂണ് കബാബ് റെഡിയാക്കി, പൊടി, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ലേസം മല്ലിച്ചപ്പ്, ഇതെല്ലാം കൂടിയിട്ട് ഒന്നായിട്ട് ചെറുനങ്ങ നിറങ്ങ ഒരു പകുതി 1 കിലോക്ക് ഇല്ലത്. അതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് നമ്മൾ മിക്സ് ആക്കി എടുത്ത് ഇത് ഇനി ഒരു 10 മിനിറ്റ് വെക്കാം. വെച്ചിട്ട് പിന്നെ നമുക്ക് കബാബ് ഇടാം. അപ്പൊ മസാല എല്ലാം കറക്റ്റ് പിടിച്ചിട്ടുണ്ട്. അതെ അതെ. കല്യാണത്തിന് പോകാൻ ഭക്ഷണം അപ്പൊ എനിക്കറിയില്ല കല്യാണത്തിന് പോകണ്ടെന്ന് അറിയില്ല. ഞാൻ ഇപ്പൊ അറിയുന്നത് ഞാൻ നിങ്ങള് വരുമല്ലേ അതിന്റെ കഴിഞ്ഞിട്ട് ചോർക്കറിയില്ലായ എന്നാ പിന്നെ തിന്നിട്ടേ പോവാ. കറിയിലെ സാധനം എന്താ നിങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് ആക്കുന്നത് പോകുന്നല്ലേ? ഇല്ല, ഞാൻ എന്തായാലും കവിയോട് പറഞ്ഞു
ഒന്നും വേണം. നമ്മൾ ഉച്ചക്ക് പോകുന്നതല്ലേ, പിന്നെ ഞങ്ങള് ഞായറാഴ്ച ദിവസം ബുദ്ധിമുട്ടിക്കണ്ട. ഇവള് പിന്നെ ഇതിനിടക്ക് അതിനെന്തൊരു ബുദ്ധിമുട്ടത്? അങ്ങനെയല്ല, അപ്പൊ നിങ്ങള് പണിയെല്ലാം ഒറ്റയ്ക്ക് എടുക്കണ്ട. രാവിലെ എന്തെങ്കിലും ഭക്ഷണങ്ങളാക്കി വെച്ച്, പിന്നെ നിങ്ങൾ ആദ്യം അതിനുവേണ്ടി ഇന്ന് എല്ലാരും ഞാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ പറയും. അവിടുത്തെ എങ്ങനെയാ ഇപ്പൊ പണ്ടത്തെ കാലത്തില് നമ്മൾ ഈ കല്ലിലെല്ലാം ഇറക്കിണ്ടായിനൊക്കെ ഈ കറണ്ട് ഇല്ലാത്തപ്പോ നോക്ക് ഇപ്പൊ പണ്ടത്തെ ഓർമ്മ വരുന്നുണ്ട്. വിളക്ക് വെച്ചിട്ട് കത്തിച്ചു അരച്ചോണ്ട് ഇത് വിളക്ക് ഇപ്പൊ സീമണ വിളക്ക് വെച്ചിട്ട് അരച്ചോണ്ടായത് ഇപ്പൊ മൊബൈൽ ടോർച്ച് വെച്ചിട്ട് അരച്ചോണ്ടുണ്ട്. റെഡിയായി മുദ്ദ കറി മുദ്ദയാക്കണം. ഇതിന് മുദ്ദാക്കാനായി ബിജുക്കും മുദ്ദ ഇഷ്ടമാണ്. നമുക്ക് അവിടെ എല്ലാം ഇഷ്ടമല്ല. അതെ, മുദ്ദയാക്കാനൊന്നും ടൈമില്ല. അതെ, മുദ്ദെല്ലാം ഇനി ഒരു ദിവസം ആക്കാൻ നമുക്ക് ടൈം ഉണ്ടാവുമ്പോ ഇപ്പൊ ടൈമായി, ഉച്ചാവാനായി. അപ്പൊ നമുക്കിപ്പോ കബാബ് ഒന്ന് റെഡിയാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കബാബ് റെഡിയാക്കി കൊടുക്കില്ല. കബാബ് റെഡിയായി. ഒരു കല്യാണം ഉണ്ട്, നമ്മൾ ആദ്യം ഉണ്ടായവരുടെ ആ ഓണറിന്റെ മോളുടെ കല്യാണം. അപ്പൊ അങ്ങനെ ആയിട്ട് നമ്മൾ തിരക്ക് കൂട്ടിയുണ്ടുള്ളത് പോകാൻ. കുറെ കൊല്ലം ഉണ്ടായല്ലോ, നമ്മൾ 18 കൊല്ലം ഉണ്ടായി അവിടെ. അപ്പൊ അതുകൊണ്ട് ഒന്ന് കല്യാണത്തിനൊന്ന് പോകണമെന്ന് ആശ. പിന്നെ കേരളത്തിക്ക് കെട്ടിക്കുന്നത് പെണ്ണിനെ വേഗം ഇറക്കുവല്ലേ, അതിനെ കൊണ്ട് വേഗം പോകാന്ന്. ഇവരെന്തോ ബെറ്റെന്ന് പറഞ്ഞത് ചന്ദ്രല ചെരുപ്പ് മടക്കവി ഇവിടെ ചെരുപ്പ് വരുന്നുണ്ടാ? അപ്പൊ കാണാം. ബൈ ബൈ ബൈ. ഇനിയിപ്പോ അത്ര കല്യാണത്തിന് പോലെ അടിച്ചു പൊളിച്ചു പോലെ കല്യാണത്തിന് സാറ് പുതിയ വിഷുവിന് കൊണ്ടുവന്ന സൂപ്പർ ഉണ്ട് സാരി കൊടുത്തിട്ടപ്പോ നല്ലതായി. ശരി ശരി ശരി. അപ്പൊ കവിതന്റെ പറഞ്ഞ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് അങ്ങനെ തിരക്കിൽ അവർ പോയി. പിന്നെ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തപ്പോൾ കല്യാണത്തിന് വന്നത് 2 മണിയായി. കവിത്തൻ്റെ അവർ വന്നിട്ട് പോയി ഉച്ചക്ക് ചോറ് വെച്ചിട്ട് പിന്നെ നമ്മൾ കല്യാണത്തിന് പോയിട്ട് വന്ന്. എല്ലാ കല്യാണത്തിന് തിരക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടായി. നമ്മൾ പോകുമ്പോഴേ ലേറ്റായല്ലേ. അതെ, പിന്നെ ഇറങ്ങി പോകുന്ന സമയമായിട്ടില്ലായി. പിന്നെ എന്നെ ചെക്കനെ കിട്ടി, കാണാൻ കിട്ടി. നമ്മൾ പോയിട്ട് കുറച്ച് സമയം 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവർ ഇറങ്ങി. കേരളത്തിന് കൊടുക്കുന്നത് പിന്നെ കേരളത്തിൽ കൊടുക്കണം. പിന്നെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാക്കി ഷെയർ ആക്കി സബ്സ്ക്രൈബ്. ബൈ.